2x by x minus 5 the whole square plus 5 into 2x by x minus 5 minus 24 equal to 0. ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്നത് കുറച്ച് പ്രയാസമായിരിക്കും. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 2x by x minus 5 നമുക്ക് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടും? a സ്ക്വയർ പ്ലസ് 5a മൈനസ് 24 ഈക്വൽ ടു 0 എന്ന് വന്നു. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന മിഡിൽ ടേം നമുക്ക് രണ്ട് ടേം ഉപയോഗിച്ചിട്ടും മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. മിഡിൽ ടേമിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? രണ്ട് ടേം എടുത്താൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -4ഉം രണ്ട് ടേം എടുത്താൽ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് +5 ആയിരിക്കണം. 24 കിട്ടണമെങ്കിൽ 8ഉം 3ഉം 8 × -3 -24 8 + -3 +5. അപ്പോൾ എങ്ങനെ എഴുതാം? a സ്ക്വയർ പ്ലസ് 5a മൈനസ് 24 ഈക്വൽ ടു 0നെ a സ്ക്വയർ പ്ലസ് 8a മൈനസ് 3a മൈനസ് 24 ഈക്വൽ ടു 0. നമുക്ക് ഈ ടേമിൽ ഇതിനകത്ത് എനെ കോമൺ എടുക്കാം. എനെ കോമൺ എടുത്താൽ a + 8 എന്ന് കിട്ടും. രണ്ടാമത്തിനകത്ത് -3നെ കോമൺ എടുത്താൽ a + 8 എന്ന് കിട്ടും ഈക്വൽ ടു 0. ദെൻ a + 8 ഈക്വൽ ടു 0, എയുടെ വില -8 കിട്ടും. ദെൻ a - 3 ഈക്വൽ ടു 0, എയുടെ വില എന്ന് പറയുന്നത് എന്ത് കിട്ടും? +3 കിട്ടും. അപ്പോൾ എക്ക് 2 വില കിട്ടി. എയുടെ വില അല്ലല്ലോ ചോദ്യം, എക്സിൻ്റെ വിലയാണ് ചോദ്യം. തിരിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം. 2x by x minus 5 equal to a minus 8. 2x equals minus 8x plus 40. 2x plus 8x equal to 40. Then 10x equals 40. കിട്ടിയ ആൻസർ x equal to 40 by 10 എന്ന് പറയുന്നത് 4 ഒരെണ്ണം. രണ്ടാമത്തെന്ന് പറയുന്നത് 2x by x minus 8 equals 3. 2x equals 3x minus 5 അല്ലായിരുന്നു, 8 അല്ലല്ലോ. x minus 5 15 and 2x minus 3x equal to -15 minus x equal to -15 x equal to 15. രണ്ട് വില, ഒന്ന് 4ഉം മറ്റൊന്ന് 15ഉം.